നേരം മതി കേട്ടോ കടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെ പഴം തൊലിച്ചിട്ട് ഇതുപോലെ മുറിച്ചിട്ടൊന്ന് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുവിയതും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 4-5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ പിച്ചി മുറിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു പഴത്തിൻ്റെ നനവിനനുസരിച്ചിട്ടാണ് ബ്രെഡ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൂടുതൽ ടേസ്റ്റിനായി 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ ചെറിയ ഓരോ പോർഷനായി എടുത്തിട്ട് എണ്ണയിലേക്ക്, നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ വെറുതെ നുള്ളി ഇടുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചെറിയ പോർഷൻ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴേയുള്ള നന്നായിട്ട് മുരിഞ്ഞും കിട്ടിയാൽ നല്ല ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ അങ്ങ് റെഡി ആയി കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.